ഷഫീഖ് നസറുള്ള കാസർഗോഡ് നിന്ന്, തൃശ്ശൂരിൽ നടരാജ്, തിരുവനന്തപുരത്ത് സന്നിസ എന്നിവർ ചേരുന്നു. ആദ്യം ഷഫീഖ്, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഏതൊക്കെ നിലയ്ക്കാണ് അവിടുത്തെ സാധാരണ ഡേ ടു ഡേ ജനജീവിതത്തെ ഇന്നത്തെ മഴക്കെടുതി ബാധിച്ചിരിക്കുന്നത്? കാസർഗോഡ് ജില്ലയിൽ പരക്കെ മഴ അനുഭവപ്പെടുന്നുണ്ട്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമൊക്കെ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ മഴയിൽ പല ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മുളിയാർ വില്ലേജിൽ 18 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മൊഗ്രാൽ പുത്തൂരിൽ 9, 10, 11 വാർഡുകളിൽ വെള്ളം കയറി. കുഡ്ലു തോടിൽ മാലിന്യങ്ങൾ നിറഞ്ഞതാണ് അവിടെ വെള്ളം കയറുന്നതിന് കാരണമായത്. അവിടെ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മഞ്ചേശ്വരം താലൂക്കിൽ വിവിധ പഞ്ചായത്തുകളിൽ വെള്ളം, താഴ്ന്ന പ്രദേശങ്ങളിലാകെയും വെള്ളമാണ്. വലിയ ദുരിതം മഞ്ചേശ്വരം മേഖലയിൽ അനുഭവിക്കുന്നുണ്ട്. അവിടെ കച്ചവട സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറിയത് പലചരക്ക് സാധനങ്ങൾ നനഞ്ഞു കുതിരാൻ കാരണമായിട്ടുണ്ട്. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റി സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അമ്പലങ്ങളിലും പള്ളികളിലും മറ്റ് സാമൂഹിക കേന്ദ്രങ്ങളിലടക്കം വെള്ളം കയറിയ സാഹചര്യമുണ്ട്. മഞ്ചേശ്വരം മുതൽ കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓബുചാലിന്റെ നിർമ്മാണം പൂർത്തിയാവാത്തത് കൊണ്ട് പല ഭാഗങ്ങളിലും വെള്ളം ഒഴുകിപ്പോകുന്നത് വീടുകളിലേക്കാണ്. വീട്ടുപറമ്പ് മുഴുവനും നിറഞ്ഞതിന് ശേഷം വീടിനകത്തേക്കും ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കാഞ്ഞങ്ങാട് കാസർഗോഡ് തീരദേശ പാതയിൽ കാസർഗോഡ് പ്രസ് ക്ലബിനോട് ചേർന്ന ഭാഗത്തും കുന്നിടിഞ്ഞ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദേശീയപാതയിൽ ചട്ടഞ്ചാൽ ഭാഗത്ത് റോഡിലൂടെയാണ് ഇപ്പോൾ വെള്ളം കുത്തിയൊലിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കുന്നിടിയാനുള്ള വലിയ സാധ്യതയുമുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെർക്കള മുതൽ കാലിക്കടവ് വരെ ഉള്ള സ്ഥലത്ത് 3 ഇടങ്ങളിലാണ് അപകടകരമായ സ്വഭാവത്തിൽ കുന്നിടിച്ചലിന് ഒരു സാധ്യതയുള്ളത്. ആ ഭാഗങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം നടത്തും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കുന്നു. ചട്ടഞ്ചാൽ ഭാഗത്ത് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും ഇപ്പോൾ വെള്ളത്തിനടിയിലായ കുടുംബങ്ങളെ വിവിധ സ്ഥലങ്ങളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അതോടൊപ്പം തന്നെ ബന്ധു വീടുകളിലേക്കും മാറ്റാനുള്ള നടപടികളാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തുന്നത്. അതോടൊപ്പം മധുവാഹിനി പുഴയിൽ ഇന്നലെ വൈകുന്നേരം അലക്കുകയായിരുന്ന ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരുന്നു. ഇന്നും ഒരാൾ അവിടെ ഒഴുക്കിൽപ്പെട്ടതായി വിവരമുണ്ട്. ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മധുവാഹിനി പുഴയിൽ പരിശോധന തെരച്ചിൽ നടത്തുകയാണ്. ഒരാൾ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. പലയിടത്തും ഈ കുന്നും ഇടിഞ്ഞ് വീട്ടിലേക്ക് മറിഞ്ഞു വീണ് ആ കുന്നിടിച്ചൽ വീട് ഭാഗികമായി തകർന്ന സംഭവമുണ്ട്. ചെമ്മനാട് ചേക്കരംകോട് ഒരു വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാവുങ്കാൽ ഭാഗത്തൊരു വീട്, അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ ഒരു മതിൽ ഇടിഞ്ഞു വീണത് കാരണം കിടപ്പ് മുറിയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. അങ്ങനെ പല സ്വഭാവത്തിൽ ഉള്ള ദുരിതങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടാകുന്നത്. ഇന്ന് റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ട് കാരണം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയുടെ ഈ അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരൊക്കെ പഠിക്കുന്നത് മംഗളൂരുവിലാണ്. മംഗളൂരുവിൽ ഇന്ന് അവധി നൽകാത്തത് കൊണ്ട് തന്നെ ഈ ശക്തമായ മഴയും ദുരിതവും ഉള്ള സ്ഥലത്ത് നിന്ന് കുട്ടികൾക്ക് മംഗളൂരുവിലെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരം സ്ഥാപനങ്ങൾ ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഈ വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്തും അവർക്ക് ക്ലാസ്സുകളിലേക്ക് പോവേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിൽ തീരദേശത്തുള്ളവരും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടത്തും ഗ്രാമീണ റോഡുകളിലും അതുപോലെ തന്നെ സംസ്ഥാന പാതകളിലും അതിൻ്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങൾ വെട്ടി മുറിക്കുന്നതിന് മുൻപേ ഈ കാലവർഷവും വലിയ മഴയും വന്നതുകൊണ്ട് തന്നെ പല മരങ്ങളും ഇപ്പോഴും കടപുഴകി വീഴുന്നു. അതിൻ്റെ ചില്ലകൾ പൊട്ടി വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി തൂണുകൾ, ഇലക്ട്രിക് തൂണുകളാണ് അങ്ങനെ തകർന്നു വീണത്. പലയിടത്തും വൈദ്യുത തടസ്സം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരങ്ങൾ വീണത് കാരണം റോഡുകളിൽ ഗതാഗത തടസ്സത്തിനും കാരണമായിട്ടുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റണം എന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി.